Hey guys, assalamualaikum. Welcome back to my channel. Yes. Actually, ഇത്ര ഹാപ്പിയിൽ പറയേണ്ട സംഭവമല്ല. Guys, എന്തറിയോ? നമ്മൾ ഫ്യൂച്ചർ വ്ളോഗർ പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലേ? പറയട്ടെ ഉമ്മ പറയട്ടെ എന്താ സംഭവിച്ചെന്ന്. എബു അപ്പൊ നമ്മൾ അത് നിങ്ങൾ പറയണതിനെക്കാട്ടി നല്ല ആക്ച്വലി ഞാൻ പറഞ്ഞായിരിക്കും. നിങ്ങൾക്കൊരു റോഡും അറിയില്ല, നിനക്ക് അവിടെ നിങ്ങൾക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാർ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായില്ല എനിക്ക്. അതിന്റെ റോദന അനുഭവിച്ച ഓക്കെ, ഞാൻ തന്നെ പറയാം. ഗൈസ്, അങ്ങനെ ഞാനും ഫാമിലിയുമായിട്ടും എൻ്റെ കുഞ്ഞു ഫാമിലിയായിട്ട് ഞങ്ങളിങ്ങനെ സിനിമക്ക് പോകാൻ വേണ്ടി ഒരു സിനിമക്ക് പോകാന്ന് വിചാരിച്ചു. ഇത്ര ആളും അറിയാലോ, ഗോവ ഗുജറാത്തൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സിനിമക്ക് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ തന്നെ ഒരു ടിക്കറ്റ്, സൺഡേ അല്ലേ, അപ്പോൾ ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ആ ഒരു ടൈം, അതായത് 7:35 ഷോ ഉള്ളത്. നേരു സിനിമയാണ് ഉള്ളത്. പക്ഷെ മഷു പറയണമായിരുന്നു ഞാൻ പറയണത് ഇന്ന് നേരു ഇവളുടെ വർത്താനം കേട്ടെ നമുക്ക് മലയാളം പോയി. സിനിമയുടെ പേര് നേര്, പക്ഷെ ഇവളും മഷു പറയണ നേരു. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയണ നേരു സിനിമ. അതെ, അപ്പൊ നേരെ സിനിമക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. 7:35 ഷോ. ഞങ്ങളിപ്പം ഞായറാഴ്ചയാണ്, റോഡൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഇറങ്ങിയത്. കളമശ്ശേരി കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് തുടങ്ങിയിട്ട് എടപ്പള്ളി ടോളിൻ്റെ അവിടെ കൊണ്ടേക്കും ഭയങ്കര ബ്ലോക്ക്, വണ്ടി ഇറങ്ങാത്ത ബ്ലോക്ക്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ എടപ്പള്ളി ബ്രിഡ്ജ് കയറില്ല, സൈഡിൽ കൂടെ താഴത്തിൽ കൂടെ വന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് യൂട്ടേൺ അടിച്ചിട്ടാണ് നോർമലി നമ്മൾ PVRലേക്ക് നമ്മൾ പോകാറ്, അതായത് ലുലുവിലൊക്കെ നമ്മൾ പോകാറ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എന്തോ പരിപാടി, എന്താ സംഭവം എന്നറിയില്ല, ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളെ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ അടിക്കുന്ന യൂട്ടേൺ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ അതിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട്. ഈ വണ്ടി നമ്മൾ പിന്നെ ലെഫ്റ്റ് കയറി നമ്മൾ പാലാരിവട്ടത്തേക്ക് പോകുന്ന വഴി പോയിട്ട് അവിടുന്ന് നമ്മൾ വീണ്ടും യൂട്ടേൺ അടിച്ചിട്ട് പാലാരിവട്ടം സിഗ്നലിൻ്റെ ആ ഭാഗത്തു നിന്ന്, അതായത് ഒബ്രോൺ മാൾ, ഏകദേശം ഒബ്രോൺ മാളിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യൂട്ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് രണ്ടാമത് വീണ്ടും വരാം, ഈ എടപ്പള്ളിയിലേക്ക് കയറി വരാം. ഈ സംഭവം നമ്മൾ അങ്ങനെ വരാമെന്ന് വിചാരിച്ചു പോയപ്പോഴേക്കും നോക്കുമ്പോൾ ഈ ഒബ്രോൺ മാളും കഴിഞ്ഞ് പാലാരിവട്ടം എത്താറായിട്ടും ആ ഒരു അപ്പുറം സൈഡിൽ, അതായത് എടപ്പള്ളിയിലേക്ക് പോകുന്ന സൈഡിൽ ബ്ലോക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ ആ ഒബ്രോൺ മാളിൻ്റെ സൈഡിൽ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന ആ ലൈൻ വരെ ബ്ലോക്ക്, കാരണം എല്ലാവരും യൂട്ടേൺ അടിക്കാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ആ യൂട്ടേൺ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ട് വണ്ടി അനങ്ങൂല, അത്ര ബ്ലോക്കാണ്. ഞങ്ങൾക്കാണെങ്കിൽ ടൈം അപ്പോഴത്തേക്ക് എത്രയും അറിയാം, 7:35 ഷോ തുടങ്ങുന്ന ടൈമായി. അപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും എത്തിക്കാന്ന് വിചാരിച്ച് ഞാൻ ആ യൂട്ടേൺ എടുക്കാണ്ട് ഞാൻ നേരെ ലെഫ്റ്റ് ഒബ്രോമാളിൻ്റെ ബാക്കിൽ കൂടെ ലെഫ്റ്റ് കയറി തൃക്കാക്കരയിലേക്ക് പോയി. അവിടുന്ന് വീണ്ടും ഞാൻ എടപ്പള്ളി ബ്രിഡ്ജ് വഴി കയറാമെന്ന് വിചാരിച്ചത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടപ്പള്ളി ബ്രിഡ്ജിൻ്റെ മേളിലേക്ക് കയറിയാൽ അവിടെ നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങി നമ്മൾ എടപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് യൂട്ടേൺ അടിച്ചിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും പോയിട്ട് നമ്മൾ ചേരാലൂരൊക്കെ പോകുന്ന റൂട്ടിലേക്ക് കയറിയിട്ട്, അറിയാലോ, നേരെ ഒരു ലുലുവിലേക്ക് കയറ്റില്ല, ആ റൂട്ടിലേക്ക് കയറ്റിയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് ചേരാലൂർ ഭാഗത്തുള്ള എൻട്രൻസ് കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ തൃക്കാക്കര വഴി ബ്ലോക്കൊക്കെ ഒഴിഞ്ഞ് പാസ് ചെയ്ത് ഞങ്ങളുടെ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെയൊക്കെ വന്ന് നമ്മൾ യൂട്ടേൺ അടിച്ചപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞു. 7:35 കയറുന്ന ഷോ 8 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയാൻ തുടങ്ങി 8 മണി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നല്ല, കാരണം ഈ നേര് സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ മസ്റ്റായിട്ട് കാണണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല, മൂവി അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അരമണിക്കൂർ മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ചേരാലൂർ റൂട്ടിലേക്ക് കയറിയിട്ട് യൂട്ടേൺ അടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കിടക്കണം ലുലുവിലേക്ക് കയറാനായിട്ട് ലുലു പാർക്കിങ്ങിൻ്റെ ബ്ലോക്ക്. എപ്പോഴും വരെ ചേരാലൂർ റൂട്ടിലേക്ക് കയറുന്ന അവിടം വരെ ലുലു പാർക്കിങ്ങിൻ്റെ ബ്ലോക്കിൽ നീണ്ട തരായിട്ടാണ്. എന്നാലും ആ ഒരു പാർക്കിങ്ങിൻ്റെ ബ്ലോക്കിൽ ഇരുന്ന് നമ്മൾ ലുലുവിലേക്ക് കയറാൻ നിന്നാൽ 9 മണിയാവും.
നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ അപ്പോഴത്തേക്കും 1.5 മണിക്കൂറിൻ്റെ ഷോ കഴിഞ്ഞ് ഇൻ്റർവെൽ ആകാറായിട്ടുണ്ടാവും. സ്വാഭാവികം ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെ കയറാൻ പോയിട്ടുണ്ടെങ്കിൽ ഓമണ്ടത്തിലേക്ക് പോകും, ആനമണ്ടത്തിലേക്ക് അവിടെ ശോ ആനമണ്ടത്തിലേക്ക് പോകും. ഞങ്ങളിപ്പോൾ വിചാരിച്ചു എന്തായാലും ടൈം ഒരുപാടായി, അപ്പോൾ ഒരു എന്താ പറയുക വേറെ ഏതെങ്കിലും, അതായത് ആദ്യമൂല സിനിമ കാണുമല്ലോ, അപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ച്. അപ്പോൾ നമ്മൾ നേരെ സെൻട്രൽ സ്ക്വയറിൽ സിനിപോളിസിൽ നമ്മൾ ബുക്ക് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് 10:05 ഷോ. ഞാൻ പറഞ്ഞ വീട്ടിൽ പോകാം. അപ്പോൾ 10:05 ഷോ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോഴേ പാലാരോട്ടത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇരിക്കണേ. കാരണം എന്താ, ഇനി 10:05 ആകണ്ടേ. ഇതൊന്നും പറ്റി നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മൂവി കാണാം എന്നുള്ളതെങ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു 9:30 കഴിയും. ഈ 9:30 കഴിഞ്ഞിട്ട് നമ്മൾ 10:05 ഷോക്ക് വേണ്ടി പോകാൻ നേരത്ത് ചിലപ്പോൾ സെൻട്രൽ സ്റ്റോറിൻ്റെ ആ ഭാഗത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആണെങ്കിൽ തീർന്ന് പിന്നെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഓരോരോ എക്സ്പീരിയൻസ്. ചെരുപ്പ് കൂട്ടി എന്താ മീഷോയുടെ ചെരുപ്പാണ്. ബട്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് കുറെ. നമ്മളങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നാം തരം ചെരുപ്പുകൾ വീട്ടിയിട്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് വർക്കിന് കിട്ടിയത്. പല പല ബ്രാൻഡിന്റെ ചെരുപ്പുകളുണ്ട്. മീഷോയുടെ വർക്കിന് കിട്ടിയ കഴിഞ്ഞാൽ ചെരുപ്പ് ഞാൻ ഇത് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ വിഷയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയുള്ള സാധനം എടുക്കുമ്പോഴത്തേക്കും നമ്മള് സ്റ്റെപ്പിന് ഡിക്കിൽ ഒരു ചെരുപ്പ് എടുത്തിട്ടേക്കണം. കാരണം ഇതിന് മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റെപ്പിന് ഡിക്കിൽ ഒരു ചെരുപ്പ് ഇട്ടേക്കണമെന്നുണ്ട്. അത് കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഇവിടെ വിട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് അപ്പൊ ഞാനും കുറച്ച് കൂടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് ഹാഫ് ആക്കി കഴിക്കാന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് പറഞ്ഞോട്ടെ തീരില്ല, അത് കാണിച്ചിട്ട് ഹാഫ് ആക്കി കഴിക്കാൻ. ഹാഫ് അല്ല, 4/4 മറ്റു കഴിക്കാൻ. ഒരു നല്ലൊരു ചില്ലി ചിക്കൻ ഫ്രൈയും ഓർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സുനു പറഞ്ഞിട്ട് സ്ക്വിഡ് ഫ്രൈ ഓർഡർ. ഞാൻ പറഞ്ഞില്ല, ഇനി റോസ്റ്റ് പറഞ്ഞേ. ഫ്രൈ നോക്ക്, തിളങ്ങണം. കുറെ ദിവസമായി നമ്മ ഇപ്പൊ പുറത്ത് ബിരിയാണി കഴിക്കും. ഇത് സുനു ആൻഡ് സൈഗോണ്ട് നോട്ട് സോ ഹംഗ്രി. അതുകൊണ്ട് ഒന്നുമില്ല, എനിക്കെല്ലാം കാണിക്കണം. അതുകൊണ്ടാണ് കാണിച്ചത്. നിങ്ങൾ തന്നെ കാണിച്ചിട്ട് ഒരു 7 മിനിറ്റ്. അത് നമ്മൾക്ക് പറയേണ്ട രീതിയിൽ പറയാം, ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും എന്താണ്. അല്ലാണ്ട് നീ പറഞ്ഞ പോലെ നമ്മളത് ആ ബ്ലോക്കിൽ നിന്ന് ഈ ബ്ലോക്കിലേക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. ഇതെന്താണ് 2 ബ്ലോക്കായി അങ്ങോട്ടേക്കോട്ട് കൈ. ഗൈസ് എന്റെ ചെരുപ്പ് കാണിച്ചു തരാം. ഇതാണ് എന്റെ ചെരുപ്പിന്റെ അവസ്ഥ. ഇത് ഇട്ടിട്ട് വേണം ഞാൻ എനിക്ക് പോവാണ് ലുലുൽ. ഞാൻ പതുക്കെ ആരും അറിയാത്ത പോലെ നടക്കാം. ഓക്കെ, ചാവ് ടേസ്റ്റ് ചെയ്യാനുണ്ടോ? ടേസ്റ്റ് ചെയ്തോളൂ. സ്ക്വിഡൊക്കെ എടുത്തല്ലോ. ബേബി പിന്നെ സ്പൂണൊന്നും വേണം. എനിക്ക് ഈ സ്പൂണിന് പുറത്തൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ല. പടച്ചൊന്നല്ല ഒന്നാം തന്നെ കൈ വന്നിട്ടുള്ളപ്പോ എന്തിനാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെ ഫുഡൊക്കെ പറയാം. അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിലെത്തി. 9:35 ടൈമായി. 10:05 ഷോ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ പറയൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പറയണ്ട സൈഗി ഇവിടുത്തെ എന്റെ കാല് ചപ്പൽ പോയി ഗൈസ്. അപ്പൊ ഇന്ന് എന്താന്ന് അറിഞ്ഞൂടാ ഇപ്പൊ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്ന ഒരു 10-15 മിനിറ്റ്. ഈ സെൻട്രൽ സ്ക്വയറിൽ 2 സൈഡിലുണ്ട് ലിഫ്റ്റ്. അവിടുത്തെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് ക്ലോസ് ആയിട്ടുണ്ടാവും. ഇവിടുത്തെ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ അവിടെ കൂടെ ഓടി വരുമ്പോൾ ഇവിടെ. അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയാണ്.
ഇനി ഇവിടുത്തെ ക്യാൻസൽ ആവുന്നുണ്ട്. ആ അതൊക്കെ വരാം. ടീറ്റിങ് മോനെ ടീറ്റിങ് ആയിട്ട് രക്ഷയില്ല. ടീത്ത് പറഞ്ഞല്ല അപ്പൊ സോ ഇറിറ്റേറ്റഡ്. ലിഫ്റ്റ് അടിച്ചു വർക്ക് കുത്തി കുത്തി പറ നീ പറയണ്ട എബ്രു എവിടെ സോന? എബ്രു ഉമ്മി എവിടെ? ഉമ്മി ഉമ്മി എവിടെ? ഉമ്മിന്റെ മാല എവിടെ? ഉമ്മിയുടെ മാല അടിച്ച് മാല ഇവിടെ വയ്ക്കപ്പോ തന്നെ. എവിടെ ഉമ്മിയുടെ മാല എവിടെ? കാണിച്ച് ഉമ്മിയുടെ മാല. ഒരു ലിഫ്റ്റ് ഇന്നത്തെ ദിവസം ശരിയല്ല. മാല ഉമ്മിയുടെ മാല. നൈസ്. ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവണം. ആറാമത്തെ ഫ്ലോർ ഒരു സ്റ്റെപ്പ് കയറാണ്ട് അടക്ക് പോയി. ബായ് കാണിച്ച് ബായ് Bye. ബായ് കാണിക്കും ബായ് കാണിച്ച് ബായ് Bye bye. Kanchan, bye Chuma. ബായ്. Finally. ഫൈനലി Yes. എല്ലാം നീ പറഞ്ഞു തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് പറയാലോ എന്ന് വിചാരിച്ചിട്ട്. ഗൈസ് അങ്ങനെ ഞങ്ങള് നേരെ മൂവി കണ്ട് ഇറങ്ങി. രാത്രി 1 മണിയായി. ഇപ്പൊ നമ്മള് സെൻട്രൽ സ്ക്വയറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പാട്ട് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല പടം. ജിത്തു ജോസഫ് വേറെ ലെവല്, വേറെ റേഞ്ച് എന്ന് തന്നെ പറയാൻ പറ്റും. പുള്ളിക്കാരന്റെ പടമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആലോചിക്കാനും പറ്റിയൊരു കലക്കം മൂവിയാണ്. അതേപോലെ തന്നെ ഭയങ്കര ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യണ മൂവികളാണ് പുള്ളിക്കാരൻ്റെ. അത് നമ്മൾ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ അതെ. പിന്നെ അനശ്വര രാജൻ പുള്ളിക്കാരത്തി ഒരു രക്ഷയില്ല. ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയത്തിന്റെ ടോപ്പ് എൻഡിലേക്ക് പോകും. എന്താ വെച്ചാൽ ഈ ഒരു മൂവിയിലാണ് അനശ്വര രാജന്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലം പെർഫോമൻസ് കാണാൻ പറ്റിയത്. ആക്ടിങ് ലെവലില് പുള്ളിക്കാരത്തി ഏതൊക്കെ ലെവലിൽ ആക്ട് ചെയ്യുമെന്ന് നമുക്ക് ഈ ഒറ്റ മൂവിയിൽ കൊണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. വേറെ ലെവൽ ആക്ടർ എന്ന് പറയാൻ പറ്റും. ആ അമ്മായിര് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും ആ അഭിനയത്തില്. അത്ര നമ്മൾ ശരിക്കും ആ ഒരു ക്യാരക്ടറിലേക്ക് പോകും. മനസ്സിലായി? ആ ക്യാരക്ടറിന് ഉണ്ടായ ആ ഒരു ഫീലിലേക്ക് നമ്മൾ പല സീനുകളിലും നമ്മൾ ഇറങ്ങി ചെല്ലും. അത്ര അടിപൊളിയായിട്ട് അനശ്വര അഭിനയിച്ചു. നല്ലൊരു ഭാവിയുണ്ട്. ഭാവിയിലേക്കുള്ള വലിയൊരു ആക്ടറുകളൊരു എന്താ പറയാ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റിയ ഒരു ഭാവിയുണ്ട്. പറയാൻ പറ്റില്ല, മിക്കവാറും ഇനി ഭാവിയിലേക്ക് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അനശ്വര രാജനാകാൻ ചാൻസ് ഉണ്ട്. അമ്മായിരം അഭിനയമാണ്. ഓക്കെ. പിന്നെ ലാലേട്ടൻ പിന്നെ പറയണത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ വേറെ ലെവല് ചെയ്ത്. സിദ്ദിഖൊക്കെ അടിപൊളി കേട്ടോ. ആ ഒരു നമുക്ക് തന്നെ വെറുത്തു ചില സീനുകളിൽ. സിദ്ദിഖനെ ചില സീനുകളിൽ വെറുത്തു നമ്മള്. സംഭവം അഭിനയമാണ് എല്ലാ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ചില സീന് ആ ക്ലൈമാക്സ് സീനിലൊക്കെ നമുക്ക് വെറുപ്പിന്റെ അങ്ങേ അറ്റം. സെന്റിമെന്റ് റോൾസ് ഒക്കെ മാത്രം ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ കാണിച്ചതൊക്കെ. പക്ഷെ ഈ ടൈപ്പ് റോളൊക്കെ ചെയ്തപ്പോ രക്ഷയില്ല. പിന്നെ പ്രിയാമണി സൂപ്പർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അതേപോലെ തന്നെ ഈ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 ലേഡി ക്യാരക്ടർ ഉണ്ടാകുന്ന അവരുടെ പേരൊന്നും അറിയില്ല.
പക്ഷെ അവർ രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. ആ മൂവിയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഉള്ളതാണ് ആ രണ്ടുപേർക്കും. പിന്നെ ജഗദീഷ് ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് നല്ല നല്ല കിടിലൻ അഭിനയം. പല മൂവിയിലായിട്ട് ഇപ്പൊ ജഗദീഷ് ചേട്ടന്റെ ഒക്കെ ഒരു തിരിച്ചു വരവാണ് അല്ലെ. ഇപ്പം പുള്ളിക്കാരുടെ കാലം എന്ന് പറയാൻ പറ്റും. ചിലപ്പോ ഒരവസരത്തിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോയി എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളൊക്കെ തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഇപ്പൊ ജഗദീഷ് ചേട്ടനും വന്നേക്കണേണ്. ആ പണ്ടത്തെ ആ കോമഡിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഭയങ്കര സീരിയസ് റോളുകളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടിരിക്കുന്നത്. കൊള്ളാം. ടോട്ടലി വേറെ ലെവല്, ഒരു രക്ഷയില്ല. അത്ര നല്ല പടം. എല്ലാരും മസ്റ്റായിട്ട് പോയിട്ട് കാണേണ്ട ഒരു മൂവിയാണ്. ഇനി പറഞ്ഞു, എനിക്ക് പറയാനുള്ള ഇങ്ങനെ പറഞ്ഞു തീർക്കണം. ഈ മൂവിക്ക് നമ്മള് 1 മണിക്കൂർ ശേഷം പോയിട്ട് എന്ത് ചെയ്യാനാ? അതാണ് ഈ മൂവി നമ്മൾ വൈകിച്ചെന്നിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ. പിന്നെ എന്താ പറയാ, ഈ മൂവി കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെ പറയാൻ പറ്റും. പകുതി തീർന്നിട്ടും നിങ്ങൾ പോവാൻ നിക്കണ്ട ഗൈസ്, നമ്മളെ പോലെ. അതാണ്. അല്ല, വേറെ സംഭവം പറയാണ്ട് ഒരു സെക്കൻഡ് ലാഗില്ലാത്തോളം, ഒരു സെക്കൻഡ് നമുക്കൊന്ന് ഉറക്കം വരെ അല്ലെങ്കിൽ ഒന്ന് കണ്ണടഞ്ഞു പോയി അങ്ങനത്തെ ഒരു ഇതില്ലാത്തൊരു പടം എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. ഒരു സെക്കൻഡ് ലാഗില്ലാണ്ട് അത് തന്നെ നമ്മളിങ്ങനെ ആ മൂവിയിൽ ഫുള്ള് ഇങ്ങനെ ലയിച്ചു പോകും. അങ്ങനത്തെ ഒരു മൂവി. ആ, നിന്റെ കണ്ണടഞ്ഞു പോകും. പോയില്ലെന്നാ കൂർക്കം വലിച്ച് ഉറക്കണ്ടായിരുന്നു നടക്ക്. അവര് പിന്നെ വേറെ ഉറക്കത്തിന്റെ ടൈമല്ലേ, പിള്ളേരല്ലേ അതിന്റെ. അതെ, നമുക്ക് മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ആ പടം കണ്ടുറങ്ങില്ല. എങ്ങനെയുണ്ട് സുനുവിന്റെ റിവ്യൂ ഒന്ന് എനിക്ക് കേൾക്കണമെന്നുണ്ട്. ആ സിനിമ കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തത്? നല്ല മൂവിയായിരുന്നു അല്ലേ? കണ്ണായിരുന്നു. അതെ, കണ്ണ് നിറഞ്ഞു പോയി. കൊള്ളാം. അപ്പൊ സോനു ആ മൂവി കാണായിരുന്നെങ്കിലും ഭയങ്കര ഫീൽ ചെയ്തിട്ട് ദേഷ്യം അരിശം. ഞാൻ ബസ്സിനോട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, ഇവർക്ക് ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ, അവർക്ക് ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ, പിന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നു. അതന്നെ ഞാനും പറഞ്ഞത്. പിന്നെ ശരിക്കും അതിന്റെ ക്ലൈമാക്സ് സംഭവങ്ങളൊക്കെ മൂവിന്റെ ആ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലേ. പക്ഷെ അശ്വിനോട് സോനുവിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്ലൈമാക്സ് അതെങ്ങനെ ആയിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് മൂവിയിലേക്ക് ആ ഒരു പീക്ക് ലെവലിൽ പോണതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു. കാരണം അതൊരു നമ്മളൊക്കെ ഭാവിയിലേക്ക് ഒരു ഡയറക്ടർ ആവണം, നല്ലൊരു ആക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് ആ സാധനങ്ങളൊക്കെ പോകും, എങ്ങനെയൊക്കെ കൊണ്ടുപോകാം. ഞാനിപ്പോ അത് മനുഷ്യനോട് പറഞ്ഞു എന്ന് വെച്ചാല് ഇത് ഫസ്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ പിന്നെ അതൊക്കെ പറഞ്ഞല്ലേ പക്ഷേ കഥ പറയാത്ത ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ മൂവി കൂടുതലൊന്നും എക്സ്പെക്ട് ആക്കുന്നില്ല ഗൈസ്. അങ്ങനെ ആയിരിക്കും ഉള്ളത് കണ്ടിട്ട് വരും. അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആ മൂവിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ കുറച്ച് ആലോചിക്കും, ഈ മൂവി ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കും. അപ്പൊ എനിക്ക് ആ മൂവി തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ പോയാൽ പോരെ എന്നുള്ളത്. പക്ഷെ പോരാണ്. പക്ഷെ ക്ലൈമാക്സ് ഞാൻ വിചാരിച്ച പോലെ തന്നെയായി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വരരുത്, എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം നടന്നില്ല എന്ന് പറഞ്ഞു. അടിപൊളിയായിട്ട്. അതെ, ടോട്ടലി ഈ സിനിമ കണ്ടില്ലേ വന്ന നഷ്ടം തന്നെ പറയാൻ പറ്റും. കിട്ടിലും പടം ഒരു രക്ഷയില്ല. ഗേൾസിനെ പറ്റിയൊക്കെ ലാലേട്ടൻ പറയണത് കേട്ട് നിങ്ങൾക്ക് ഗൂസ് ബംപ്സ് വരും. So go and watch. അത്ര പറയാനുള്ളൂ. ഗേൾസിന് ഇങ്ങനെ പവർ വരും. അപ്പോൾ എനിവേ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നമ്മൾ എന്തായാലും 1 മണി കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ഉറങ്ങണം. ഇൻഷാല്ലാ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ബൈ ബൈ.